blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കോട്ടയത്ത് നിന്നുള്ള KK ജോസഫിനും സാറാമ്മ ജോസഫിനുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ആ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ എല്ലാ മക്കൾക്കുമായി, കൊച്ചുമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം നല്ല ആരോഗ്യം നൽകണമേ, എല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുണ്ടക്കയത്ത് നിന്നുള്ള ജോർജിനും ബീനയ്ക്കും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോർജിനും ബീനയ്ക്കും അതുപോലെ കുഞ്ഞുങ്ങളായ ജിബിനും ജിൻസിനും നല്ല ആരോഗ്യം കർത്താവ് നൽകണമേ, സകല അനുഗ്രഹങ്ങളും കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള KO വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ വീണയ്ക്ക് നോർമൽ ഡെലിവറി കൊടുത്ത് ആരോഗ്യമുള്ളൊരു പൈതലിനെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ 3 പേരെ കുടുംബങ്ങളായി അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഗൂഡല്ലൂർ മാർച്ച് 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നർത്തകി ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, ഗൂഡല്ലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാനന്തവാടി ഏപ്രിൽ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് തോമസ് ഓഡിറ്റോറിയം, തലശ്ശേരി കണ്ണൂർ റോഡ്, അമ്പുകുത്തി, മാനന്തവാടി. Today I'm going to speak about the new life with Jesus. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യേശുവിനോട് കൂടെയുള്ള പുതിയ ജീവിതത്തെ പറ്റിയാണ്. A life with Jesus is a new life. യേശുവിനോട് കൂടെയുള്ള ജീവിതം ഒരു പുതിയ ജീവിതമാണ്. By the grace of God, God blessed me to have it when I was in my teens. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് യേശുവിനോട് കൂടെയുള്ള ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ഞാനൊരു കൗമാര പ്രായത്തിലായിരുന്നപ്പോൾ ദൈവം എന്നെ സഹായിച്ചു. But I wish I had started it even before that. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിന് മുന്നമേ എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. My children, they have that privilege because they had the privilege to start the new life with Jesus at a very, very early age. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുവാനിടയായി തീർന്നു. അവരുടെ കുഞ്ഞുനാൾ മുതലേ തന്നെ ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ, അങ്ങനെ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അവർക്ക് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. The greatest invitation anyone can have is not the invitation to attend the wedding of a rich man's daughter's wedding. It is the invitation by Jesus given to everyone in every generation. ഏറ്റവും വലിയ ഒരു ക്ഷണപത്രിക ഒരു മനുഷ്യന് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ധനികനായ വ്യക്തിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുക എന്നുള്ളതല്ല. യേശു നൽകുന്ന ആ ക്ഷണം, യേശു നൽകുന്ന ക്ഷണക്കത്ത് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. Say hallelujah. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. I believe each and every brother or sister sitting here, you received that invitation. That's why you are here. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാർക്ക് അങ്ങനെ യേശു നിങ്ങളെ ക്ഷണിച്ചിട്ടാണ്, അങ്ങനെ ഒരു ക്ഷണം നിങ്ങൾക്ക് ലഭിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. And God uses different means and different media for that. ദൈവം വിവിധ വ്യക്തികളെയും വിവിധ മാധ്യമങ്ങളെയും അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കാറുണ്ട്. Maybe you are here because you knew about this meeting in the Blessing Today TV program. ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ മീറ്റിങ്ങിനെ പറ്റി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ട് അറിഞ്ഞത് നിമിത്തമായിരിക്കാം. Or you read about this in the newspaper.
ഒരു പക്ഷേ നിങ്ങൾ ഇത് പത്രത്തിൽ ഇത് കണ്ടിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. Can I tell you something? It was the original invitation from the Heavenly Father. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ ക്ഷണം ലഭിച്ചത് സ്വർഗത്തിലെ പിതാവിൽ നിന്നാണ്. Everyone, every sinner is a VVIP in front of the Savior. ആ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാ പാപികളും വലിയ പ്രധാനപ്പെട്ട VVIPകളായി ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം കാണുകയാണ്. Hallelujah. ഹല്ലേലൂയ. Because the sole purpose of Jesus coming to this world was in search of saving the lost ones. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ആളുകളെ നേടുന്നതിനു വേണ്ടിയാണ്. Jesus did not come to this world in search of holy people. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് വിശുദ്ധരായ ആളുകളെ തേടുന്നതിന് വേണ്ടിയല്ല. Jesus did not come to this world in search of righteous people. നീതിമാന്മാരായ ആളുകൾക്ക് വേണ്ടിയല്ല യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. Jesus came into this world for only one group, the group called sinners. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഒരു കൂട്ടം ജനത്തിന് വേണ്ടി മാത്രമാണ്. ആ ജനമാണ് പാപികൾ എന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. Because at the birth of Jesus, even before he was born into this world, an angel came down from heaven to announce that this boy, this child will be called Jesus because he is going to save people from their sins. യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, യേശു ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് യേശു എന്ന് പേരിടണം, കാരണം ഇവൻ പാപികളെ രക്ഷിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. Hallelujah. ഹല്ലേലൂയ. So the purpose of Jesus coming to this world was announced by a huge angel. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ഒരു വലിയ മാലാഖ അത് വിളംബരം ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. So without any hesitation, you can come to Jesus' presence because he is waiting for each and every sinner to come. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരുവാൻ കഴിയുന്നതാണ്. കാരണം യേശു കർത്താവ് എല്ലാ പാപികളെയും സ്വീകരിക്കുന്നതാണ്. One more thing. ഒരു കാര്യം, Every sinner has a direct access to Jesus the Savior. മറ്റൊരു കാര്യം കൂടെ, എല്ലാ പാപികൾക്കും യേശുവിൻ്റെ അടുക്കിലേക്ക്, രക്ഷകനായ യേശുവിൻ്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു വരുവാനുള്ള അനുവാദമുണ്ട്. Say it again, please. എല്ലാ പാപികൾക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള അനുവാദമുണ്ട്. നേരെ വരാനുള്ള ഒരു അനുവാദമുണ്ട്. Meaning there is no need of any recommendation letter to come to Jesus. അതിൻ്റെ അർത്ഥം ഇതാണ്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് വേണ്ടി ആരെങ്കിലും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കത്തുമായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ അടുത്ത് പോകാൻ ആരുടെയും ശുപാർശ കത്ത് വേണ്ട. You can go directly. നിങ്ങൾക്ക് നേരിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ കഴിയുന്നതാണ്. Some sisters and some brothers come to me and say, brother, I don't know how to pray. ചില സഹോദരന്മാർ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. So I asked them, how do you talk to your husband or wife? ഞാൻ അവരോട് ചോദിക്കാറ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് Or സംസാരിക്കുന്നത്? how do you talk to your parents? എങ്ങനെയാണ് നിങ്ങളുടെ അപ്പനമ്മമാരോട് സംസാരിക്കുന്നത്? Same way you can talk to Jesus, because Jesus is a very simple personality. അതുപോലെ തന്നെ നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കുവാൻ കഴിയുന്നതാണ്. കാരണം യേശു കർത്താവ് വളരെ ലാളിത്യമുള്ള ലളിതമായ ദൈവമാണ്. It's very, very easy to communicate with Jesus. യേശുവിനോട് സംസാരിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. Sometimes our words and our languages will not express our heart. No problem. Jesus can read our hearts and our heart's intentions. ചില സമയത്ത് നമ്മുടെ വാക്കുകളോ ഭാഷയോ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ ആഗ്രഹങ്ങളെ മൊത്തം നമ്മൾക്ക് പ്രകടിപ്പിക്കുവാൻ പലപ്പോഴും കഴിയാതെ വരും. പക്ഷേ എന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് അത് വളരെ വ്യക്തമായി അറിയുന്നവനാണ്. Can you say thank you, Jesus? ഉയർത്തിക്കൊണ്ട് യേശുവിനോട് പറഞ്ഞേ, നന്ദി യേശുവേ. Thank you, Jesus. യേശുവേ നന്ദി. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ച് അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന്
ഈ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതുവരെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. Can I tell you something more? കൂടുതലായി ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. Sometimes you don't know what to pray. You don't know how to pray. ചില സമയത്ത് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. You don't know the prayer language. ഈ പ്രാർത്ഥനയുടെ ഭാഷ നിങ്ങൾക്ക് വശമുണ്ടായിരിക്കില്ല. When you listen to some people praying, my God, you are really shocked. The words they use, the flowery language, the ornamental language. Lord, I don't know how to pray like this. No problem. ചില ആളുകൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വളരെയധികം നിരാശരാകാറുണ്ട്. എങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്ന ഭാഷ, അതിനകത്ത് ഉപയോഗിക്കുന്ന ആലങ്കാരികമായ വാക്കുകൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ദൈവമേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. Can I tell you something? We cannot impress God with our language. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ഭാഷ നിമിത്തം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. But we can impress our God with our heart's language. എന്നാൽ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷകളിൽ ദൈവത്തെ സ്വാധീനം ചെലുത്തുവാൻ നമുക്ക് കഴിയുന്നതാണ്. Listen to this. Sometimes we don't know what to pray, we don't know what word to use, but when sometimes we just cry before the Lord, but that cry will be considered as a strong prayer in heaven. പല സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ചില സമയത്ത് പ്രാർത്ഥിക്കാൻ ആവാതെ നമ്മൾ കരയാറുണ്ട്, ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ നിലവിളിക്കാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകൾ പോലും, അങ്ങനെയുള്ള കരച്ചിലുകൾ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന പോലെ കർത്താവ് അത് കണക്കിടാറുണ്ട്. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Sometimes we don't feel like speaking any word, but we simply cry. ചില സമയത്ത് ഒരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല, പക്ഷേ ആ സമയത്ത് നമ്മൾ കരയുകയായിരിക്കാം. Every tear that is trickling down through your cheeks, the salty tasted, that tear drop will be a powerful prayer before God. നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണുനീരും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഓരോ പ്രാർത്ഥനകൾ പോലെ കർത്താവ് പരിഗണിക്കുന്നതാണ്. I don't know why the Holy Spirit is telling me, some of you sitting here, you have cried a lot, and the Holy Spirit says, every time you cried, each time you cried, the Lord has heard your cry. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്കറിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കരഞ്ഞിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ കരച്ചിലിനെ കർത്താവ് കണ്ടിട്ടുണ്ട്. So let's open our Bibles, John chapter 1. അതുകൊണ്ട് നമുക്ക് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം തുറന്ന് ആ ഭാഗത്തേക്ക് എത്താവുന്നതാണ്. Verse number 35. അതിൻ്റെ 35-ാമത്തെ വാക്യം മുതൽ. In the next day John stood with two of his disciples. പിറ്റേ ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി വീണ്ടും അവിടെ നിൽക്കുകയായിരുന്നു. And looking at Jesus as he walked, he said, behold the Lamb of God. അപ്പോൾ യേശു പോകുന്നത് കണ്ട് അദ്ദേഹം, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു.
The two disciples heard him speak and they followed Jesus. ഇത് കേട്ട് ആ ശിഷ്യന്മാർ രണ്ടുപേരും യേശുവിനെ അനുഗമിച്ചു. And Jesus turned and seeing the following said to them, "What do you seek?" They said to him, "Rabbi," which is to say, when translated, "Teacher, where are you staying?" അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് യേശു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, അങ്ങ് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. He said to them, "Come and see." And they came and saw where he was staying and remained with him that day. Now it was about 10th hour. 39-ാമത്തെ വാക്യം, വന്ന് കാണുവിൻ, അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് അദ്ദേഹം പാർത്തിരുന്ന സ്ഥലം കാണുകയും അന്ന് അദ്ദേഹത്തോടു കൂടെ പാർക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂർ ആയിരുന്നു. One of the two who heard John speak and followed him was Andrew, Simon Peter's brother. യേശു പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരാൾ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. He first found his own brother Simon and said to him, "We have found the Messiah," which is translated the Christ. അന്ത്രയോസ് ആദ്യം തന്നെ തൻ്റെ സഹോദരനായ ശീമോനെ ചെന്ന് കണ്ട്, ഞങ്ങൾ മശിഹയെ, അതായത് ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. And he brought him to Jesus. Now, when Jesus looked at him, he said, "You are Simon, the son of Jonah. You shall be called Cephas," which is translated a stone. അയാൾ ശീമോനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. യേശു അയാളെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ മകനായ ശീമോൻ ആകുന്നു. നിനക്ക് കേഫ എന്ന് പേരാകും. കേഫ എന്ന വാക്കിന് പത്രോസ് എന്നാണ് അർത്ഥം. Jesus' life on earth was eventful every day. യേശുവിൻ്റെ ജീവിതം ഈ ലോകത്ത് എല്ലാ ദിവസവും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. സംഭവബഹുലമായ ജീവിതമായിരുന്നു. Every day so many things happened. എല്ലാ ദിവസവും പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. Everyone who came to Jesus had something to receive. യേശുവിന്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ അവർക്കുണ്ട്. Whether you understand it or not, right now you have come to Jesus to see him, to receive from him. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് യേശുവിൻ്റെ അടുക്കലാണ്. നിങ്ങൾ യേശുവിൽ നിന്ന് പ്രാപിക്കാനാണ് പോകുന്നത്. Don't think that you have come to attend a program. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. You have come to attend just a prayer meeting. നിങ്ങൾ ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുക്കുവാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. Invisibly Jesus is present in this place to meet all your needs. ഇവിടെ ദൈവം യേശു കർത്താവ് അദൃശ്യമായി നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും സാധ്യമാക്കി തരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. Man has different kinds of needs. മനുഷ്യന് വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്. Some needs are small, some needs are big. ചില ആവശ്യങ്ങൾ ചെറുതാണ്, ചില ആവശ്യങ്ങൾ വളരെ വലുതാണ്. Some needs are emotional, some needs are physical, some needs are spiritual. ചില ആവശ്യങ്ങൾ അവൻ്റെ വൈകാരികമായ തലത്തിലുള്ളതാണ്, ചില ആവശ്യങ്ങൾ ഭൗതികമാണ്, ചില ആവശ്യങ്ങൾ ആത്മീകമായ കാര്യങ്ങളാണ്. Some needs are felt needs, but some needs are real needs. ചില ആവശ്യങ്ങൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായ സമയത്ത് അവർക്ക് ആവശ്യമുള്ളതാണ്, എന്നാൽ ചില ആവശ്യങ്ങൾ ശരിക്കും വാസ്തവമായി അവർക്ക് ആവശ്യമുള്ളതാണ്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Now one particular day, എന്നാൽ ഒരു പ്രത്യേക ദിവസം in the earthly ministry of Jesus, യേശുവിന്റെ ശുശ്രൂഷ കാലയളവിൽ he was traveling from one place to another. യേശു കർത്താവ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. And as we read in the beginning verses of this gospel, Jesus got baptized under John the Baptist. ഈ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വായിക്കുന്നത് പോലെ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ ഇടയായിത്തീർന്നു. Even though he was the Son of God, he humbled himself, and under a man's hand he got baptized in Jordan River. യേശു ദൈവപുത്രൻ ആണെങ്കിൽ തന്നെ അദ്ദേഹം ഒരു മനുഷ്യനായ യോഹന്നാന്റെ കൈക്കീഴിൽ ആ യോർദാനിൽ സ്നാനമെടുക്കുവാനുള്ള താഴ്മ അദ്ദേഹം കാണിക്കുവാനിടയായി തീർന്നു. Hallelujah. Hallelujah. How much more we should be humble to obey the commandments of God. എത്ര അധികം യേശു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര അധികം നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുവാൻ നമ്മൾ കടപ്പെട്ട വ്യക്തികളാണ്. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠന യാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ബ്രദർ, ഈ സിസ്റ്റർ പേര് അനു, കൂടെ ഈ മൂത്ത കൊച്ച് ഏഞ്ചലീന. ഈ ഏഞ്ചലീനയുടെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നി, കാരണം ഏഞ്ചലീനയാണ് അമ്മയും പിടിച്ചുകൊണ്ട് വരുന്നത്. സാധാരണ അമ്മമാരാണ് പിള്ളേരെയും പിടിച്ചുകൊണ്ട് വരാറ്. ഇപ്പോൾ ഏഞ്ചലിനിക്ക് ഇപ്പോൾ ഏകദേശം 5 വയസ്സുണ്ട്. ഓക്കെ. ഒരു 2.5 വയസ്സുള്ളപ്പോൾ മുതൽ ഏഞ്ചലിനിക്ക് ശരീരത്തിൽ അവിടെ ഇവിടെ ആയിട്ട്, അത് കാലിൽ കയ്യിലെല്ലാം ആയിട്ട് ബ്ലഡ് ക്ലോട്ട് ആവുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അത് മാറി മാറി വരും. അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കും, വീണ്ടും വരും. പല പല ഡോക്ടേഴ്സിനെ പല പല ആശുപത്രികളായിട്ട് കണ്ടു. അപ്പോൾ അവിടെ നിന്നെല്ലാം പറഞ്ഞത് ഒരു പക്ഷേ അത് ക്യാൻസറിൻ്റെ ആവാം, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ അത് ഹാർട്ട് ഡിസീസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലങ്ങളാകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ എല്ലാം ടെസ്റ്റുകളെല്ലാം നടത്തിയപ്പോഴും ഇത് തന്നെ പറഞ്ഞു. എല്ലാ ഡോക്ടേഴ്സും കാണുന്ന ഹോസ്പിറ്റലെല്ലാം പോകും, അവിടെ എല്ലാം പറഞ്ഞിരുന്നത് കണ്ണൂരിൽ തന്നെയുള്ള പല പല ഹോസ്പിറ്റലിലും പോകും. പക്ഷേ തുടർന്ന് ഇവർ ചെയ്തത് 2016 ഓഗസ്റ്റ് മാസം അവസാനമായപ്പോൾ നമ്മുടെ പത്രിപ്പാലത്തുള്ള പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ച അവിടെ നിന്നുള്ള പ്രയർ വാരിയേഴ്സ് പറഞ്ഞു, പേടിക്കേണ്ട, റിസൾട്ട് എല്ലാം നോർമലാകും എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മാസത്തിൽ തന്നെ, ഓഗസ്റ്റ് മാസം ലാസ്റ്റാണ് വിളിച്ചത്, സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ഈ അസുഖങ്ങളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യമായിട്ടാണ് ഇപ്പോൾ കൊച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഈ 5 വയസ്സായപ്പോഴും കൊച്ചിന് യാതൊരു അസുഖങ്ങളും ഇല്ലെന്നാണ് സിസ്റ്റർ പറയുന്നത്. ഏത് വർഷത്തിലാണ് സിസ്റ്റർ അങ്ങോട്ട് വിളിച്ചത്? 2016. കഴിഞ്ഞ വർഷം ഏത് മാസമാണെന്ന് ഓർമ്മയുണ്ട്? ഒക്ടോബർ, ഓഗസ്റ്റ് ലാസ്റ്റാണ് വിളിച്ചത് അല്ലേ? അതിനു മുമ്പ് ഒരു എന്തായിരുന്നു കൂടെ വന്നുകൊണ്ടിരുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്, അസ്വസ്ഥത വന്നുകൊണ്ടിരുന്നത്? അതെങ്ങനെ അറിയാൻ സാധിക്കും? കറുപ്പ് കളറിൽ ഇങ്ങനെ വരും ബ്ലഡ്. ഏത് ശരീരഭാഗത്തെല്ലാം? കയ്യിലും കാലിലുമായിട്ട് കറുത്ത നിറത്തിൽ. അത് ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഡാർക്കായി നമുക്കത് കാണാൻ പറ്റും. കാണാൻ പറ്റും. തൊടുമ്പോ മൂക്ക് വേദന ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് ഇവിടെ കാണിച്ചപ്പോഴെല്ലാവരും പറയണത് ഇങ്ങനെ ഓപ്ഷൻസ് കാണിക്കുവാണ്, ബ്രാക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, ഈ അസുഖങ്ങൾ കൊണ്ടാകാം. എന്നിട്ട് തീർത്ത് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇതുപോലെ ക്യാൻസറിന്റെ ആകാം, ഹാർട്ട് ഡിസീസ് ആകാം, എന്തെങ്കിലും ആകാം. ഓക്കെ. ഹല്ലേലൂയ. പ്രെയർ കോൾ സെന്ററിൽ ബ്ലെസ്സിംഗ് ടുഡേ കാണാറുണ്ടോ? എല്ലാ ദിവസവും. ഓക്കെ. പ്രെയർ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഈ മകളെ കുറിച്ച് പറഞ്ഞത്? റിസൾട്ട് കൊണ്ട് കാണിക്കുമ്പോൾ എന്തിൻ്റെയാണ് അവർ പറയണത്, അലർജി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പ്രോബ്ലം എന്താണോ അത് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും എന്ന് പറഞ്ഞു. ഏറ്റവും അലർജിയാണ്, കുട്ടിക്ക് അലർജിയാണ്, അത് കുഴപ്പമില്ല, മെഡിസിൻ പോലും വേണ്ടെന്നാണ് പറഞ്ഞത്. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് കരങ്ങൾ നീട്ടി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇനി മേലാൽ ആ അസുഖമോ അതിൻ്റെ ലക്ഷണമോ ഈ ശരീരത്തിൽ വരാതെ വണ്ണം കർത്താവ് വിടുവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സുഖപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഗൂഡല്ലൂർ മാർച്ച് 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നർത്തകി ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, ഗൂഡല്ലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാനന്തവാടി ഏപ്രിൽ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് തോമസ് ഓഡിറ്റോറിയം, തലശ്ശേരി കണ്ണൂർ റോഡ്, അമ്പുകുത്തി, മാനന്തവാടി. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം, ഉള്ളിൽ വിശ്വസിക്കുക. ഈ പ്രയർ ടൈമിൽ ഒത്തിരി പേർക്ക് കർത്താവ്, ഒരുപക്ഷെ ആയിരക്കണക്കിന് പേർക്ക് ഇതിനു മുൻപ് ഈ പ്രയർ ടൈമിൽ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളെ ചെയ്തു. ഇന്ന് നിങ്ങളുടെ ഊഴമാണ്. ഉള്ളിൽ വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സരള എന്നു പേരുള്ളൊരു സഹോദരിയെ ഈ സമയത്ത് കർത്താവ് സ്പർശിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് തൈറോയ്ഡ് സംബന്ധമായി
ഒരു ഗ്രോത്ത്, ഒരു മുഴ ഉള്ള ഒരു സരള, തൈറോയ്ഡ് റിലേറ്റഡായി വളരെ സീരിയസ് കോംപ്ലിക്കേഷൻസിലൂടെ പോകുന്ന സരള, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സഹോദരി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. കൈയുടെ ഈ ഷോൾഡറിന് ഭയങ്കരമായ പ്രയാസമുണ്ട്, കൈ ഉയർത്താൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ വളരെ സ്റ്റിഫായിട്ടിരിക്കുന്നു, കർത്താവ് സൗഖ്യമാക്കുന്നു. ലൂസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സമ്പൂർണ്ണമായ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ബ്രഷിനകത്ത് മുഴകൾ, ലംബുകളുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ നൽകണമേ. ചില വ്യക്തികൾക്ക് എന്തോ രോഗമുണ്ട്, പക്ഷേ എത്ര നിങ്ങൾ സ്കാൻ ചെയ്തിട്ടും എക്സ്റേ എടുത്തിട്ടും ടെസ്റ്റ് ചെയ്തിട്ടും എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള രോഗങ്ങൾ, കണ്ടെത്താൻ കഴിയാത്ത, ഡയഗ്നോസ് ചെയ്യാൻ കഴിയാത്ത രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാത്മാക്കൾ മാറിപ്പോകട്ടെ. കർത്താവ്, നീ അങ്ങനെ അത്ഭുതം ചെയ്തതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇന്ന് തന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോട് പറയുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർ വെബ്സൈറ്റ് സന്ദർശിക്കുക, സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.